ഞങ്ങള് എന്താ പറയാ, ഷാമിന്റെ ബർത്ത്ഡേ നമ്മള് വിചാരിച്ച പോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ പോലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞ കാര്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അപ്പോഴത്തേക്ക് സമയത്തേക്ക് നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടാണ്. പക്ഷെ എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയാ, ഓക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു സംഭവം അപ്പോഴും നടന്നില്ല. നമ്മള് ഗിഫ്റ്റ് വലിയ വലിയ ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുക്കണ്ട നമ്മൾ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ എന്നാലും ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഞങ്ങളുടെ വക ഞങ്ങൾ സെറ്റ് ആക്കി വെച്ചിരുന്നു. അത് പക്ഷേ ബർത്ത്ഡേന്റെ തലേ ദിവസം തന്നെ സെറ്റ് ആക്കി വെച്ചത്. ബർത്ത്ഡേ നമ്മള് പൽമാസയിൽ പോയ സമയത്താണ് സെലിബ്രേറ്റ് ചെയ്തത്. അന്നാണ് ശ്രീക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് സല്ലും ശ്രീയും കൂടി അങ്ങോട്ട് വരും. പിന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ ആ തിരക്കുകൾ, പിന്നെ അതിനുശേഷം എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായി. ഞങ്ങള് പിന്നെ കോഴിക്കോട് തന്നെയായി. ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു ഞങ്ങള്. അപ്പൊ ഇവര് വരുന്ന സമയത്ത് ഞങ്ങൾ ആ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടാണ് ഇവര് വന്നത്. പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതേ ഇല്ല. പിന്നെ 2 മാസത്തോളമായി ആ ഗിഫ്റ്റും കയ്യിൽ വെച്ചോണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾ നല്ലൊരു ഒക്കേഷനിൽ അവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാണ്. ഇന്നിപ്പോ എന്തായാലും അവർക്ക് എന്താ പറയാ കൊടുക്കാന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു. എന്തോ ഞങ്ങൾക്ക് ഇപ്പൊ കൊടുത്ത അവർക്ക് കുറച്ച് ഹാപ്പി ആവും. പിന്നെ പ്രത്യേകിച്ച് ഈ വരുന്ന 5-ാം തീയതി ജുനുവിന്റെയും ഷാമിന്റെയും ആനിവേഴ്സറി എന്ന് വെച്ചാൽ അവര് 10 വർഷമായി അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്. അപ്പൊ അതിന്റെ ഒരു 10ാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ആ ഒരു സ്പെഷ്യൽ ഡേയില്, ബർത്ത്ഡേയും ആ സ്പെഷ്യൽ ഡേയും എല്ലാം കൂടി ഉള്ള ഒരു സന്തോഷത്തിന്റെ സമയത്ത് ഇത് കൊടുക്കാന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓക്ക് വാങ്ങി വെച്ചിട്ടുള്ള ആ ഗിഫ്റ്റ് ഇന്ന് ഈ ഗേൾസ് ഡേ ഔട്ടിന്റെ ഉള്ളിൽ കൂടെ കൊടുക്കാൻ വേണ്ടി പോകാം. ഞങ്ങൾ സത്യം പറഞ്ഞ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാരണം പറഞ്ഞ് ഇറങ്ങിയതെന്ന്. ഇനിയിപ്പോ ഒക്കെ നോർമൽ ഗൈസ്, ഒക്കെ ഗേൾസ് ഡേ ഔട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അതിന്റെ ഇടയിൽ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഷാമിക്ക് കൊടുക്കാം. പോവാ. ഹായ് ഗൈസ്, അങ്ങനെ ഗൈസ് ഇന്ന് ഞങ്ങളുടെ മറ്റൊരു ഗേൾസ് ഡേ ഔട്ടിംഗ് ആണ് ഗൈസ്. കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഗേൾസ് ഡേ ഔട്ടിന് പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഓരോ തിരക്കുകൾ കാരണം ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ടുള്ള ഒരു സമയം കിട്ടലില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ഗേൾസ് ഡേ ഔട്ട് പോകുന്നത്, അതാണ് ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് പോയ. ഒരുപാട് മാസങ്ങൾക്ക് മുന്നെയാണ് ഞങ്ങൾ മാത്രമായിട്ട് സമാധാനമായിട്ടൊന്ന് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇപ്പം സമാധാനമുള്ള സമയം കാര്യമായിട്ട് കിട്ടാറില്ല. അതവിടെ ബാക്കി പറയാം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് കുറച്ച് സമയം കിട്ടിയ സമയത്ത് ഞങ്ങൾ വെച്ച് ഞങ്ങൾക്കായിട്ടൊന്ന് ഇറങ്ങാം. ഞങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സമയമാണ്, ഉണ്ടാക്കിയെടുത്ത സമയമാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ചെയ്യണം ഇത് ചെയ്യണം. അതായത് പെൺകുട്ടികൾക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അപ്പൊ അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുള്ള ദിവസമാണ് എന്ത്. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് എന്താ വെച്ചാല് ഇവർക്ക് 2 പേർക്കും മുടി വെട്ടാനുണ്ട് ഗൈസ്. അങ്ങനെ അവസാനം ശ്രീ മുടി വെട്ടുകയാണ്. ഇത് സംഭവം സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ശ്രീന്റെ മുടി പെട്ടെന്ന് വളർന്നതാണോ എന്ന്. സത്യമായിട്ട് ഇത് പെട്ടെന്ന് വളർന്നതല്ല, പിന്നെ എക്സ്റ്റൻഷൻ ആണോ എന്ന് ഞാൻ എപ്പോഴും ഇത് എക്സ്റ്റൻഷൻ ഒന്നല്ല, ഇത് ഒറിജിനൽ. അത് ഒറിജിനൽ ആണ് ഗൈസ്. നല്ല വേദനയോ ഒറിജിനൽ ആണ്. പക്ഷെ സംഭവം എന്താ വെച്ചാല് ലാസ്റ്റ് ഞാൻ മുടി വെട്ടിയത് 5ന്റെ കല്യാണത്തിന് തൊട്ട് മുന്നേ. അതൊരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഇട്ടത്. ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലത്തിന് മുകളിൽ. അന്റെ കല്യാണത്തിന് 2 മാസം, ഇവളെ കല്യാണത്തിന് 2 ഒരു കൊല്ലം 1 മാസവും 2 മാസവും. ഒരു കൊല്ലം 2 മാസവും. അപ്പൊ അത്രയും കാലം മുടി വെട്ടാതിരുന്നതല്ല സത്യം പറഞ്ഞ അങ്ങോട്ട് ആലോചിക്കാനുള്ള സമയം കിട്ടായിട്ടാണ്. പിന്നെ ഒക്കെ കുറച്ച് നീളണം എന്നുണ്ടായിരുന്നു. അവസാനം മുടി വളർന്ന് ഇത് അവിടെ അറ്റും കോലായി തുടങ്ങി. ചിലപ്പോ വീഡിയോയിൽ വിസിബിൾ ആയിക്കോണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. അത് കണ്ടോ, അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രീ എത്ര ഷോർട്ട് ആക്കും എനിക്ക് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ 5ക്കും ഹെയർ കട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മുടി കൊഴിഞ്ഞു അങ്ങ് എത്തിയതുകൊണ്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചാണ് വെട്ടാന്ന്. ഇതുവരെ ഞാൻ ഇപ്പൊ വെട്ടണം വിചാരിച്ചു. പക്ഷെ ഇന്ന് അങ്ങോട്ട് വെട്ടാൻ തീരുമാനിച്ചു. ചില തീരുമാനങ്ങൾ നമ്മൾ ഇല്ലാത്തോണ്ട് ഞാൻ വെട്ടു. അതെ, ഷാമിന്റെ 1 മാസം മുന്നെയാണ് വെട്ടിയത്, കളർ ചെയ്തത്. അതുകൊണ്ട് ഇനി അതില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നു, മുടി വെട്ടുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് നേരെ മുടി വെട്ടുന്നു, അതിനുശേഷം ബാക്കി ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് മുടി വെട്ടാം. അതെ, ഇപ്പൊ ശ്രീ പറയുന്നുണ്ട് ശ്രീക്ക് മുടി വെട്ടണ്ടെന്നല്ലേ, എനിക്ക് എന്താ പറയാ ഭയങ്കര ഷോർട്ട് ആവണ്ട അത്രേ. ഇത് വെട്ടുന്ന സമയത്ത് എന്തായാലും കുറച്ച് കുറയും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ ലെങ്ത്തിൽ തന്നെ കുറച്ച് ലെയറോ അങ്ങനെ മൊത്തം ഗേൾസിന്റെ ഒരു ഡൗട്ടാണ്, മുടി വളർന്നു കഴിഞ്ഞാൽ വെട്ടണോ, വെട്ടിക്കഴിഞ്ഞാൽ അത് പണ്ടുണ്ടല്ലോ ഇവളിനോട് സ്ഥിരം പറയാം 5 വെട്ടി എത്രയോ അങ്ങനെ എന്തെങ്കിലും ആക്കും ഒരു വെറൈറ്റി. ഇപ്പൊ മനസ്സിലായില്ലേ? കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഷോർട്ട് ആക്കാനൊരു ധൈര്യം. പക്ഷെ നോക്കാം, ഷോർട്ടാക്കി ഈ കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണേണ്ടത്. എങ്ങനെ പിന്നെ ഈ സമയം ഇവിടെ മുതൽ അത് ലെയർ വരുമ്പോ നോർമലി
ഇത്രയും മുടിയാണ് ശ്രീക്കുള്ളത്. കട്ട് ചെയ്യാൻ പോകുന്നത് അഞ്ചിക്ക്. അപ്പം ഒരു ഡീപ്പ് യു അല്ലാത്ത ഒരു ജസ്റ്റ് ഒരു യു ഷേപ്പിലുള്ള കട്ടിങ്ങും പിന്നെ ഒന്ന് ഫേസ് ഫ്രെയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബാങ്ക്സും ആണ് ഗൈസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ വിചാരിക്കും വെട്ടും ഞാൻ തന്നെ. പക്ഷേ എനിക്കിപ്പോൾ എനിക്കൊരു പേടി, വെട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി പോകുന്നു. പിന്നെ ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഞാൻ വെട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ വെട്ടി നോക്കാൻ ശ്രീ അവിടെ ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ശ്രീൻ്റെ കുറച്ച് മുടി കട്ട് ചെയ്ത് അതാണ് ഇവിടെ കിടക്കുന്നത് ശ്രീൻ്റെ മുടിയാണ് ഗൈസ്. രണ്ടാളവിടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോസ്റ്റാണ് ഗൈസ്. രണ്ടുപേരും അവിടെ കംപ്ലൈൻറ്റ് അടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ രണ്ടാമത് നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഇവിടെ ആരോ നിർബന്ധിച്ച് വെട്ടിക്കുന്ന പോലെയാണ് ഇവരുടെ മുഖം കണ്ടുവരുന്നത്. രണ്ടാളും ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹെയർ സെറ്റ് ചെയ്താലേ മനസ്സിലാവുള്ള എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം മുഖം കണ്ടപ്പോൾ തോന്നുന്നു നല്ല കൊള്ളാം. എങ്ങനെയുണ്ട് അറിയില്ല. കുറച്ച് നല്ല വെട്ടിയുണ്ട് ആണ്. അതായത് കുറച്ച് വെട്ടി എനിക്ക് തോന്നിട്ടു. ഞാനെങ്ങനെ മുടി വെട്ടി ഇപ്പോൾ ഷർട്ടും ഈ ഹെയർ കട്ടെല്ലാം കൂടെ ഒരു എക്സിക്യൂട്ടീവ് നിൽക്കുന്നുണ്ടല്ലേ ഉണ്ടല്ലേ. എനിക്കിഷ്ടമായി. കുറച്ച് ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ ബാങ്ക്സ് ഉണ്ട്. പിന്നെ മുടി കുറച്ചധികം അബദ്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് കട്ട് ചെയ്തിട്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഇനി നീണ്ടോട്ടെ എന്ന്. അപ്പോൾ ഇതാണ് കേസിൻ്റെ ഹെയർ സ്റ്റൈൽ കാണിച്ചത്. അങ്ങനെ അഞ്ചിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിരിക്കാണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്തത് കാണാൻ. ഇത് കുറച്ച് കഴിഞ്ഞാൽ പോവും, നാളെ ആകുമ്പോൾ പോവും. പക്ഷെ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വെട്ടി ഇത്ര മുടി ഉണ്ടല്ലോ, അത്രയും മുടിൻ്റെ ഡാമേജ്ഡ് ആയിരുന്നു. അതെ, അതിന് ഭയങ്കര ഫ്രിസി ആയിട്ട് ഞാൻ അധികം മുടി എന്തെങ്കിലും ഷൂട്ടിനൊക്കെ സമയത്ത് ഊരിടാന്നല്ലാതെ മുടി ഫുൾ ടൈം കെട്ടി വെച്ചിട്ട് അത്രയും ഹെയർ ഫോൾ ആയിരുന്നു എനിക്ക്. ഇനിയെങ്കിലും ശരിയാക്കിയായിരുന്നു. അതെ, ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഗേൾസ് ഡേ ഔട്ടിന് ഹെയർ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ രസമല്ലേ. അതെ അതെ. ശ്രീൻ്റെത് കഴിയാറായി. ശ്രീ ഇവിടെ ഉറങ്ങിപ്പോയി ശ്രീൻ്റെത് കഴിയായിരുന്നു. ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. ഉറക്കം തൂങ്ങി കുറേ നേരം ഞാൻ അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. രണ്ടാള് ശ്രീക്ക് ശരിക്കും ഇങ്ങനെയാ നിൽക്കേണ്ട മുടി, ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട്. ഇപ്പൊ ശ്രീക്ക് ഇപ്രാവശ്യം എന്താ പറയാ ഫ്രണ്ടിൽ ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ അങ്ങനെ ബാങ്ക്സ് ഒന്നും കട്ട് ചെയ്തില്ല. ചെറുതാക്കലില്ല. അപ്പൊ ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ച് ഇത്ര വെട്ടാറില്ല. അഞ്ച് വെട്ടി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അഞ്ച് ഇത്ര ഷോർട്ടാക്കിയത്. അതെ, അതിൻ്റെ മുടിയിലെ അവസ്ഥ കൊണ്ടാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. അല്ലെങ്കിൽ പൊതുവെ എനിക്കൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഇത്തവണ കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഈ ഒരു ലുക്കിൽ കാണാൻ നല്ല രസമായി. രണ്ടാളും തിരിഞ്ഞേ. രണ്ടാളത് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പോയാലോ. ഞങ്ങള് മുടിയൊക്കെ വെട്ടി മുടിയൊക്കെ ഇതായി പറപ്പിച്ചിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ നമ്മൾ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കാറ് ഫുള്ള് ലോക്കാണ്. ഇവിടുന്ന് കാറ് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ആരും ഇവിടെ കാറ് നിർത്തിയിട്ട് ബ്ലോക്ക് ആക്കി പോയിരിക്കുകയാണ്. ഞങ്ങളിപ്പോ എത്തിയോടെ തന്നെ പിന്നെയും പിന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രം ഓർമ്മ. അതെ, സംഭവം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ മണ്ണാർക്കാടേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി ഞങ്ങള് മണ്ണാർക്കാട് എത്തും. അപ്പൊ ഇനി കുറച്ചു കാലം ഞങ്ങള് പൽമാസയിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. വാങ്ങി പിന്നെ സ്റ്റുഡിയോയിൽ പോയി എടുക്കേണ്ട 1-2 സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മറന്ന് അത് തിരിച്ചു പോയി അത് കളക്ട് ചെയ്ത് പിന്നെ ഒരുപാട് ബാധ്യതകളുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള പറഞ്ഞു. നമുക്ക് നാട്ടിലുള്ള കാര്യങ്ങൾ മൊത്തം ഒന്ന് തീർത്തിട്ട് വേണം നമുക്ക് മണ്ണാർക്കാടേക്ക് പോകാൻ. പ്രാവശ്യം നമ്മൾ മണ്ണാർക്കാട് പോകുന്നത് എന്താന്ന് വെച്ചാല് കുറേ ദിവസം അവിടെ നിക്കണം എന്നുള്ള പ്ലാനാണ്. കാരണം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം അവിടെ നിൽക്കാനുള്ള അത്രയും സാധനങ്ങൾ ഈ കാറിലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കളക്ട് ചെയ്ത് സ്റ്റുഡിയോന്ന് എടുക്കാനുള്ള എടുത്ത് വാങ്ങാനുള്ളത് വാങ്ങിയല്ലോ. ഞങ്ങള് ശരിക്കും ഇത് ഡേ ഔട്ട് എന്ന് ആലോചിച്ച സമയത്ത് ശരിക്കും ഇതൊരു ഡേ ഔട്ട് ആയിരുന്നു. പക്ഷെ ഇത് പിന്നെ മുടിവെട്ടൽ കഴിഞ്ഞതോടുകൂടി ഇതിന്റെ രീതിയും ഭാവവും മാറി. എങ്ങോട്ടൊക്കെ എത്തിപ്പോയി. നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് തീർക്കുന്ന പോലെ. ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കഫേയിലേക്ക് പോവുകയാണ്. ഫുഡ് വരെ കഴിച്ചില്ല ഗൈസ്. അപ്പൊ നമുക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. അവിടെ നമ്മൾ ഇടക്കിടക്ക് പോയിട്ട് കഴിക്കലുണ്ട്. അതെ, അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അത് മാത്രമാണ്. അപ്പൊ ഞങ്ങൾ ഡേ ഔട്ട് അതിലോട്ട് ഞങ്ങൾ ചുരുക്കാൻ പോവാണ് ഗൈസ്. അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇതിപ്പോ നൈറ്റ്. ഇനിയിപ്പം എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മള് പോയിട്ട് ഫുഡ് കഴിക്കുന്നു, പിന്നെ വീട്ടിൽ പോയിട്ട് സലൂനെ കൂട്ടുന്നു, നമ്മള് നേരെ മണ്ണാർക്കാടേക്ക് പോകും. അതെ, അപ്പൊ ഇന്ന് മണ്ണാർക്കാടോട്ടുള്ള യാത്രയായിരുന്നു. അതിന്റെ മുന്നേ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്
ഇപ്പൊ രാത്രി, ഇനിയിപ്പോ നാളെയോ. അപ്പൊ അതിന്റെ മുന്നെങ്കിലും ഞങ്ങക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നുണ്ട്. ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് ഒരു 8 മണിക്ക് ആകുമ്പോഴേക്ക് ഇറങ്ങണം. 4 ഭാഗത്ത് നിന്നോട്ട് വിളിച്ചോ, നിങ്ങളെവിടെ പോയി, നിങ്ങളെ കാണാനില്ലല്ലോ, എന്തെങ്കിലും തീർന്നില്ല, എങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. അതെ, ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഇവിടെ നമുക്ക് എന്താണ് ഇപ്പുറത്തെ ജംഗ്ഷനിലോട്ട് എത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബ്ലോക്ക് അടക്കം ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് സമയമായി പോവാണ്. ആ സമയം ഞങ്ങളെ കയ്യിൽ നിന്ന് പോകുമ്പോ തന്നെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള പകുതി കാര്യങ്ങളുടെ സമയം തീർന്നുപോയി. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പിന്നെ തന്നെ ഞങ്ങൾ വിചാരിക്കും എന്നാലെങ്കിലും പണി തീർന്നല്ലോ എന്ന്. പണി തീരാത്തത് ഇനി ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പിന്നെ ആവട്ടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ്. അതെ, ഞങ്ങളത് ഒഴിവാക്കി, ഞങ്ങളെ മനസ്സിനെ ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ എന്ത് തൊട്ട് കഴിഞ്ഞാലും ഇപ്പൊ ചെറിയ പണികളിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങള് 3 ആളെ സ്ഥിതി, സല്ലുവിന്റെ അടക്ക സ്ഥിതി അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് സമയം ഇങ്ങനെ വന്നോണ്ടിരിക്കും. പ്രത്യേകിച്ച് ഞാൻ കൈ തൊട്ടാൽ. അതെ, അപ്പൊ ഒരുപാട് സമയം ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ സമയം പോകുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്നോടൊന്ന് കാണാം. ആദ്യം വല്ലതും കഴിക്കാം, എന്നിട്ട് നമുക്ക് ഓക്കെ. നൂഡിൽസ് എനിക്ക് നൂഡിൽസ് മതി. ഓക്കെ, നൂഡിൽസ് എല്ലാവർക്കും എല്ലാം തരും. അങ്ങനെ ഞങ്ങളുടെ കുറെ കഷ്ടപ്പാടുകൾക്ക് ഒടുവിൽ ഞങ്ങൾ കഫേയിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗേൾസ് ഡേ ഔട്ട് ആർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ ഈ അടുത്തായിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് പോകണം. ഗേൾസ് ഡേ ഔട്ട് കൂട്ടാൻ പറ്റൂലല്ലോ. ശരി, ഇപ്പോഴൊരു സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. എന്നിട്ട് സമാധാനത്തോടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് നമ്മൾ റിലാക്സ് ആവാം. കാര്യം ഞങ്ങളെ കാര്യങ്ങളൊന്നും നടന്നില്ല, പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഒരു വിധമൊക്കെ നമ്മൾ തീർന്നു. അതെ, അതുകൊണ്ട് എനിക്ക് ആ ഒരു സമാധാനത്തിൽ നല്ല എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ചെയ്യാലോ. അതെ, ഷാമി ഇഷ്ടമായോ? ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഷാമി. 1 മാസം 2 മാസത്തിന് ശേഷമാണ്. പക്ഷെ അന്ന് ഞങ്ങൾ നമുക്ക് വേണ്ടി വാങ്ങിച്ച, പക്ഷെ ഒരു ഒക്കേഷൻ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ കുറെ കറങ്ങി തിരിഞ്ഞ് ഇന്ന് ചെയ്യാന്ന് വെച്ചപ്പോൾ ഇന്ന് അതിലേറെ വലിയ ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് കയ്യിൽ കൊണ്ട് ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ എത്ര കാലായി പറയാൻ നടക്കുന്നത്. ഞങ്ങള് നിനക്ക് ഞങ്ങൾ ഒരു പ്രസന്റ് മേടിച്ചു വെച്ചിരുന്നു. നമ്മളങ്ങനെ വലിയ ഗിഫ്റ്റ് വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നല്ലോ. സമയത്ത് നമ്മൾ അവിടെയാണ് മണ്ണാർക്കാട്. ഇവര് രണ്ടുപേരും കൂടെ വന്ന് ഇവര് വരുന്ന സമയത്ത് ഈ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടാണ് വന്നത്. അതെ, ആദ്യം നോക്കണം നോക്കി. മനസ്സിലായി. എന്നാലും എന്താ ഏത് രീതിയിലാന്ന് അറിയില്ലല്ലോ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു ഫ്ലവേഴ്സ് ആണ്. ഈ ഫ്ലോറൽ ഡിസൈൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ വാങ്ങിയതായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയും ചെയ്യാം. അതെ, ഇത് ഞങ്ങൾ ഒരുപാട് കാലമായി മേടിച്ചു വെച്ചിട്ട്. കാരണം എന്താ വെച്ചാല് മേടിച്ചു വെച്ച അടുത്ത ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ കുറച്ചു കാലം ഓർമ്മയേ ഇല്ല. അപ്പൊ അങ്ങനെ നീണ്ടു പോയതാണ് ഇതിപ്പോ. ആനിവേഴ്സറി സമയത്ത് നമ്മൾ വിളിച്ച് ഇത് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം. അതെ, നടന്നില്ല. നോക്കട്ടെ. അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് കുറച്ച് ടൈറ്റ് ആക്കി നോക്കട്ടെ. അത് ടൈറ്റ്, പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഏത് വെള്ളം വേണമെങ്കിൽ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സമയത്ത് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കണമെന്ന് വിചാരിച്ചില്ല. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നമ്മളെല്ലാവരും കൂടെ പോയി സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ആ സമയത്ത് ബർത്ത്ഡേ ആഘോഷിക്കാതെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രീൻ്റെ ഹെൽത്ത് റെഡി ആവാന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കൊന്നും ഞങ്ങൾ ആനിവേഴ്സറിൻ്റെ സമയത്ത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ എന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ അത് ഒന്നിച്ച് പുറത്ത് പോയി. അപ്പോൾ ഇവിടെ ബർത്ത്ഡേയും ആയിരുന്നു, അപ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നിച്ചും കൂടെ ആയി എല്ലാം കൂടെ വിചാരിച്ചാൽ പോയത്. പക്ഷെ നമുക്ക് കറക്റ്റ് ഒരു ഒക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയതേ ഇല്ല. അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിച്ച് ഗേൾസ് ഡേ ഔട്ട് ആയിട്ട് വന്നിട്ട് ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അതന്നെ നമ്മളൊന്ന് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അതുപോലും നേരെ നടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളും നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കഴിച്ചത്. പക്ഷെ ഇതെങ്ങനെയെങ്കിലും നടത്തുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 2 മാസമായി മോതിരം കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
5th ഇവരെ 10th ആനിവേഴ്സറി ആണ്. അപ്പൊ അത് പറഞ്ഞിട്ട് ഡിസംബർ 5th ഇവരുടെ 10th ആനിവേഴ്സറി ആണെന്നുള്ള ഞങ്ങൾ നേരത്തെ ഒരു ഇൻട്രോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലം നീ അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അതെ, അപ്പൊ ആ ഒരു ഒക്കേഷനും കൂടി ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു അതിനും കൂടി കണക്കാക്കിയിട്ട് ഇന്ന് ഇപ്പൊ തന്നെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. എന്തായാലും ബർത്ത്ഡേന്റെ കേക്ക് അവർ സംഘടിപ്പിച്ചിരുന്നു. ഭയങ്കര ക്യൂട്ട്, ആൾക്ക് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് തോന്നി. നോക്ക്, എന്റെ കൈക്ക് രസമുണ്ട്. കുഞ്ഞൊരു ഹാപ്പി ഇത് സല്ലൂന് ഈ ഗേൾസ് ഡേ തൊട്ട് ലോൺ ഇറക്കാൻ പറ്റും. അതെ, അതുകൊണ്ടാണ് അല്ലെങ്കിൽ സല്ലു കൂടെ ഉണ്ടാവേണ്ടതാണ്. എന്നാലും നമുക്ക് നാളെ കൂടെ അതെ, പക്ഷേ സല്ലൂന് പ്രാന്തായി അത് സത്യം. അങ്ങനെ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്നുള്ള വിഷമം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞങ്ങൾ വലിയ ആഘോഷങ്ങൾ വേണ്ട എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചാണ്. കുഞ്ഞ് ചെറുതായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയുണ്ട്. പിന്നെ ഇനി ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അത് ഷാമിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു യാത്ര ഇപ്പോഴും ഞങ്ങൾ പറയാം. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാൽ അങ്ങനെ കാര്യമായിട്ട് എവിടെയെങ്കിലും അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. കണ്ടോ, കുഞ്ഞ് ഫ്ലവർ ആണ്. ഇത് ശരിക്കും ഭയങ്കര ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ. നല്ല വെളിച്ചത്തിൽ കണ്ടാൽ മനസ്സിലാവും. കുഞ്ഞു പൂവ്, അതിൻ്റെ അടുത്ത് കുഞ്ഞു ഇലയൊക്കെ ആയിട്ട് നല്ല രസം. ഞാൻ സെലക്ട് ചെയ്തതിനെക്കാട്ടും ഭംഗിയുണ്ട് ഈ സാധനങ്ങൾ. ഇതിൽ സല്ലുവിന്റെ കൈയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് വലിയൊരു സർപ്രൈസ് ഒക്കെ കിട്ടി ഗൈസ്. അതെ, കുറേ ഒരു 2 മാസം കാത്തിരുന്നിട്ടാണ് സർപ്രൈസ് കിട്ടിയത്. ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഞങ്ങൾ എന്തെങ്കിലും തരണം എന്നൊക്കെ. സെലിബ്രേറ്റ് ചെയ്യണം നോക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെ പോകണം എന്റെ ആഗ്രഹം, അല്ലാതെ എനിക്കൊന്ന് വാങ്ങി തരണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അപ്പൊ എനിക്കങ്ങനെ പോവാത്തിൽ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ 5ന്റെ ആനിവേഴ്സറിക്ക് വീഡിയോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഈ ആനിവേഴ്സറിന്റെ നമ്മൾ ഒന്നിച്ച് എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ എനിക്ക് കുറച്ച് സന്തോഷമായി. അതെ, അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കണക്ക് ഉറപ്പ് തരുന്നു. അന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ കൊണ്ടുപോയി. അതെ, അത് മതി, ഇത് കേട്ടാൽ മതി. അടുത്ത കൊല്ലം വരെ ഞാൻ കാത്തുക്കാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരെ വീട്ടിൽ പോകണു. എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് നേരെ മണ്ണാർക്കാടേക്ക് പോകണം. നമ്മൾ രാത്രി തന്നെയാണ് പോണത്. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ മണ്ണാർക്കാട് പോവാന്ന്. രാത്രി 12 മണിക്ക് ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ കാറിന്റെ ഉള്ളിൽ ഒരു തിയേറ്റർ സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ലഗേജ് ആണ്. ഈ സൈഡിൽ മൊത്തം ലഗേജ് ആണ്. പിന്നെ പുറകില് ബൂട്ട് സ്പേസിൽ ഫുള്ള് ലഗേജ് ആണുള്ളത്. ഞങ്ങള് രണ്ടാളും ഇറുകിയിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിട്ട് ഞാൻ അവിടെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഞങ്ങള് നേരെ നെറ്റ്ഫ്ലിക്സ് ഞങ്ങള് നേരെ മുന്നിൽ ഇതാ ശ്രീന്റെ സീറ്റിന്റെ പുറകില് ടാബ് വെച്ചേ. അതെങ്ങനെ കെട്ടിയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, പ്ലാസ്റ്റിക് കവർ കേറിയിട്ട് ഇതിന്റെ കവറിന്റെ ചുറ്റിലും ഇത് അവിടെ കെട്ടി വെച്ചത് അവിടെ നമ്മള് ചാലഞ്ച് ഇതൊക്കെ കണ്ടോണ്ടാണ് ഗൈസ് ഞങ്ങള് പോകുന്നത്. ഞങ്ങളൊരു ആഗ്രഹപ്രകാരം ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ ആഗ്രഹപ്രകാരം ഒരു മലയാള സിനിമ, കോമഡി മലയാള സിനിമ അങ്ങനെ എന്തെങ്കിലും കല്യാണം പഴയ വൈബില് പോവാൻ ഫ്രണ്ട്സോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സാധനം കണ്ടിട്ട് നമുക്ക് ഏത് സിനിമ വേണ്ടെന്ന് പറഞ്ഞു. പുലിവാൽ കല്യാണം കറക്റ്റാ. കല്യാണരാമനല്ലേ രസോ? നിങ്ങളൊരു തീരുമാനത്തിലെത്തും. ഞാൻ അവിടെ വോട്ട് ചെയ്യാം. ഞാൻ വോട്ട് ഞാൻ രണ്ടിനുണ്ട്. എന്നാ പുലിവാൽ കോമഡികൾ മാത്രം പോരെ, സിനിമ വേണ്ടല്ലോ. താനാണ് എന്റെ അച്ഛനാ. ഗൈസ് ഞങ്ങൾ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സിനിമ കേട്ടോണ്ടിരിക്കുകയാണ്. ലഗേജ് ഉണ്ടോ? ഇതാ അവിടെ ഫുള്ള് ലഗേജ്. ആരും കാണൂല. ഞാൻ അവിടെ എങ്ങനെയാ ഗൈസ് ഇതിന്റെ ഇടയിൽ കൂടെ ഒരാള് പുളിന്റെ പാക്കറ്റ് ചിരിക്കുമ്പോ ഞാൻ വിചാരിച്ചത് ഇപ്പൊ എന്താ സംഭവം. ഞാൻ വിചാരിച്ച ചോക്ലേറ്റ് ഒളിച്ചു വെച്ച് തിന്നാണ്. അവനെ തിന്നോട്ടെ ചോദിച്ചു. പുളി നട്ടപ്പാതിരിക്കാ. എന്തേ മക്കളെ നോക്ക് സല്ലോ ചീത്ത പറയും. നല്ല ഉപ്പുള്ള പുളിയാ. പുളിമുട്ടായില്ല, പച്ച പുളി. പുളിയും ഉപ്പ് മിക്സ് ചെയ്തിട്ടുള്ള സാധനം. ഏലാതി കോപ്പി തരട്ടെ? കോപ്പി വേണ്ട. എന്താ
ഏലാതി ഉണ്ട്. കണ്ടോ, ചോക്ലേറ്റ് തിന്നുന്ന കാര്യമാണ് പുളി തിന്നുന്നത് അവിടെ. ഞങ്ങൾ അങ്ങനെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പെരിന്തൽമണ്ണ എത്തി ഗൈസ്. ഇനി നമുക്ക് 1 മണിക്കൂർ കഷ്ടേ ഉള്ളൂ. അത് നോർമലി പോകുമ്പോഴാണ് 1 മണിക്കൂർ. അപ്പൊ ഇപ്രാവശ്യം ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മണ്ണാർക്കാടിന്റെ മണ്ണിൽ ചവിട്ടാൻ പോവാണ്. ശ്യാമി ഇവിടെ വലിയ തക്കാളി ഒക്കെ തിന്നോണ്ടിരിക്കുന്നുണ്ട്. വലിയ തക്കാളിയല്ല, ഇത് മറ്റേ പെർസിമൻ ഫ്രൂട്ട് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാ. ഒരു മനുഷ്യന് ഇവിടെ ഇഷ്ടമല്ല, മാത്രം തക്കാളി വേണം. അതെ, കാറ് മൊത്തം. അത് സല്ല ഉമ്മ അത് കവർ കെട്ടിയിട്ട് ഇന്നലെ കൊതിക്കെന്തോ വാങ്ങി വെച്ചാന്ന് തോന്നുന്നു. അപ്പൊ കവർ കെട്ടി കൊടുത്തു. അപ്പൊ തന്നെ സല്ല് പറയണ ഇനി ഓള് കാറ് കയറി അപ്പൊ തുടങ്ങും തിന്നാനിത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്താന്ന് അറിയില്ല. എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്. ഒരു ചോയില്ലാത്ത സാധനങ്ങളൊക്കെയാണ്. അതെ, ഈ പൊതുവെ ഇത് മനുഷ്യന്മാര് നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള സാധനം. അത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത അല്ലത്. ഞങ്ങൾക്ക് അത് തക്കാളി ആയിട്ടാ ഫീൽ ചെയ്യാ. സമയം ഇപ്പൊ 1:25. അതെ, നമ്മള് 2-2:15 കൂടി അവിടെ ഞങ്ങള് ഈ എന്താ പറയാ ഈ സെറ്റപ്പ് ഒക്കെ വെച്ചെന്നുള്ളു. ഞങ്ങള് പിന്നെ സിനിമ കണ്ടിട്ടില്ല. ഞങ്ങക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓരോ കഥകൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 10ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഷാമിയയുടെയും ഷാമിയുടെയും ജുനുവിന്റെയും 10ാം വാർഷികമാണ്. അതിന് എന്താ ഡെക്കേഡ് സെലിബ്രേഷൻ ആണ്. 10ാം പ്രണയവാർഷികം. അതെ, പ്രണയവാർഷികമാണ്. അപ്പൊ അതിന് എന്തൊക്കെ ഷാമി പ്ലാന്? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ഗൈസ്. സല്ല് ഫ്രൂട്ട് കട ഉണ്ട്, വേഗം എടുത്ത് ഇവിടെ നിർത്താൻ പറ്റില്ല. എന്തെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് അല്ലെങ്കിൽ തക്കാളി പഴം ഒക്കെ വേണം. എന്താ കാക്കിപ്പഴം അങ്ങനെ എന്താ പറയാ. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല ഗൈസ്. ഞങ്ങളുടെ 10ാമത്തെ ആനിവേഴ്സറിക്ക് ഒരു ഫോട്ടോഷൂട്ടിന്റെ ഒരു ആഗ്രഹം. അതെനിക്ക് എനിക്കൊരു ഓർമ്മയായിട്ട് വേണമെന്നുണ്ട്. അപ്പം അതായത് ഭാവിയിൽ മക്കൾക്കൊക്കെ തന്തി തള്ള എങ്ങനെയായിരുന്നു അങ്ങനെ കാണിച്ചെടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ നാളെ നമ്മൾ ഫോട്ടോഷൂട്ടിന് കിടിലൻ സ്പോട്ടിൽ പോകുന്നുണ്ട്. അതെ, അപ്പൊ നമ്മളുടെ സ്ഥിരം എന്താ പറയാ ഫോട്ടോഗ്രാഫറെ ഒക്കെ വിളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. സല്ലു എനിക്കൊരു കാര്യം അറിയോ? ഇപ്രാവശ്യം അതായത് ഞങ്ങള് ഇവക്കൊരു പ്രോമിസ് കൊടുത്തു. ഇവിടെ ബർത്ത്ഡേ നമ്മള് വിചാരിച്ച പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മള് നമ്മുടെ ഇതായിട്ട് മോതിരല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകും. എന്ത് പറയുന്നു? സെറ്റ് ഇവള് പോകുമ്പോ ഞങ്ങളും പോകും. അതുകൊണ്ടാണ് പാസ്പോർട്ട് എടുക്കി. എനിക്ക് പാസ്പോർട്ട് ഉണ്ട്. ഞാൻ മൈനർ ആയിരിക്കുമ്പോ എടുത്ത പാസ്പോർട്ടാണ് ഗൈസ്. അതായത് 10ാം ക്ലാസ്സിൽ ഞാൻ ഗൾഫിൽ പോകുന്ന പറഞ്ഞതായിരുന്നു. അന്ന് മുതൽ കാത്തിരിക്കുക ഇന്റർനാഷണൽ പോകാൻ വേണ്ടി. 10ാം ക്ലാസ്സിൽ ഞങ്ങളൊന്ന് ഗൾഫിൽ പോകാൻ നിന്നതായിരുന്നു. ഡാഡി ഞങ്ങളൊന്ന് ചെറുതായിട്ട് തേച്ചു. ഞങ്ങൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോഴും ആ പാസ്പോർട്ട് ഉള്ളതിനോണ്ട് ആ ജാടയിലാണോ? ഷാമി ഒക്കെ നമ്മളൊക്കെ അപ്പഴാ പാസ്പോർട്ട് എടുത്തേ. ഗൈസ് നമ്മള് മണ്ണാർക്കാട് എത്തി ഗൈസ്. നമ്മള് പോട് നമ്മള് അവിടെ നിൽക്കുന്നു. ഇവിടെയും നമ്മൾ തന്നെ കാണുന്നില്ലേ? ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷാണ് ഗൈസ്. ഈ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോ നമ്മളെ നാട്ടിലെത്തിയൊരു ഫീൽ. അതെ 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 അതെ. അപ്പൊ നമ്മൾ മണ്ണാർക്കാട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണല്ലേ നമ്മളിങ്ങനെ തിരിച്ചെത്തുന്നത് എല്ലാരും കൂടെ ഇനി കുറച്ചധികം കാലം ഇവിടെ നിക്കണം. അതെ, നമുക്ക് ഇവിടെ ഒരുപാട് പണികളുണ്ട്. ആ പണികൾ തീർക്കണം. നമ്മള് കുറച്ച് ഷൂട്ടും കാര്യങ്ങളും അതും ഉണ്ടാവും ഇവിടെ നിന്ന്. ഇനി നമ്മൾ കുറച്ചു കാലം നമ്മുടെ റെസ്റ്റോറന്റിൽ ഉണ്ടാവും ഗൈസ്. പിന്നെ നമുക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ എന്നാ ഇനി പൽമാസയിലേക്ക് വരാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. അതെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതെ.